ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനിയെ ബലാത്സംഗത്തിനിരയാക്കി ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷിതമായ തൊഴിലിടങ്ങൾ ഉറപ്പാക്കുന്നതിനായി കുറ്റിപ്പുറത്തെ പ്രധാന ഹോസ്പിറ്റലുകളായ ഹിൽഫോർട്ട്, ഹയാത്ത് മെഡിക്കെയർ, അമാന ഹോസ്പിറ്റലും ചേർന്ന് കുറ്റിപ്പുറം ഹൈവേ ജംഗ്ഷനിൽ നിന്നും കുറ്റിപ്പുറം ടൗണിലേക്ക് മാർച്ച് നടത്തി. ഹിൽഫോർട്ട് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് റിയാസ്, ഡോക്ടർ ഷാജി, ജനറൽ മാനേജർ നൌഷാദ് മേനോത്തിൽ, അഖിൽ, ഹയാത്ത് മെഡിക്കൽ കെയർ എക്സിക്യൂട്ടീവ് മാനേജർ മുബഷിറ, PRO അജ്മൽ, സജാദ് ഷഹീൽ, രാജേഷ്, സെൽമ, അസറുദ്ദീൻ, അമാന ഹോസ്പിറ്റൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുധീഷ് കുമാർ, ഡോക്ടർ മുഹമ്മദ് അമീർ, ഡോക്ടർ ജയശങ്കർ, നഴ്സിംഗ് സൂപ്രണ്ട് ശാരദ, വിദ്യ മധുസൂദനൻ, മുഹമ്മദ് അലി പാറമ്മൽ, ഫൈസൽ റഹ്മാൻ, MPA ലത്തീഫ്, KP അസീസ്, ലത്തീഫ്, VP സക്കീർ, മെഡിക്കൽ സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാർച്ചിന്റെ ഭാഗമായി ഹിൽഫോർട്ട് ഹോസ്പിറ്റലിന്റെ ഫ്ലാഷ് മോബും ഉണ്ടായിരുന്നു. നാൾക്ക് നാൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് രാജ്യവ്യാപകമായി ഈ ഒരു പ്രതിഷേധം ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ സ്റ്റേറ്റിലും ഇന്ന് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. OP ബഹിഷ്കരിച്ച് കാഷ്വാലിറ്റി മാത്രം നടത്തിക്കൊണ്ടുള്ള ഒരു സ്ട്രൈക്കാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള അക്രമികളെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനും അതിനനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾ നടത്താനും കൂടാതെ ഇരകൾക്ക് തക്കതായ നീതി നൽകാനും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു പ്രതിഷേധം ഇന്നിവിടെ 3 ഹോസ്പിറ്റൽ ഒന്നിച്ചു ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ഈ 3 ആശുപത്രിയിലെയും സ്റ്റാഫുകൾക്കും ഡോക്ടേഴ്സിനും ഇവിടെ കൂടാൻ ഇടയാക്കിയ വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. നമ്മളെ പേപ്പറിലൊക്കെ വായിച്ചിരുന്നതാണ്. കൽക്കത്തയിലെ ഒരു PG സ്റ്റുഡന്റ്, ഒരു വിദ്യാർത്ഥിനി അതിദാരുണമായി, വളരെ മൃഗീയമായി കൊല്ലപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കുറ്റിപ്പുറം. NIPMS Academy, Nisar Hospital, Valancheri. For admission 9957 08048.